അങ്ങനെ നമ്മൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് നല്ല രീതിയിൽ തന്നെ ഫോഗ് ഉണ്ട്. നാട്ടിലെത്തി രാവിലെ തന്നെ നമ്മൾ ഫിനുവിന്റെ കൂടെ ഒരു റൈഡ് വയലത്തൂരിലേക്കാണ് പോകുന്നത്. അവർക്ക് ഹെൽമെറ്റിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ സേഫ് ആയിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി നല്ലൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കി കുടിച്ച് തിരിച്ച് നേരെ ബാർബർ ഷോപ്പ് പോയി വീണ്ടും ഒരു വീട്ടിലേക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അൻസാർ ഖാന്റെ വീട്ടിലേക്കാണ്. മലപ്പുറത്ത് തൃശ്ശൂർക്ക് എഴുതിയിട്ട് ഭാഗത്ത് നമ്മൾ സ്വീകരിക്കാനായിട്ട് ബൈക്കിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അൻസാർ ഖാന്റെ വൈഫ് നല്ല അടിപൊളി മന്തിയും ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റാക്കി അവിടെ നമ്മൾ നേരെ ഇറങ്ങി ബിജുബായിന്റെ വീട്ടിലേക്ക് പോയി. നേരെ അതുകൊണ്ട് തന്നെ ചായ സ്നാക്സ് കുടിച്ച് അവിടെ നമ്മൾ ഇറങ്ങി നേരെ വന്ന് വീട്ടിലൊന്നും ഉറങ്ങി പിറ്റേഴ്സ് ഇറങ്ങിയപ്പോൾ നമ്മൾ മലപ്പുറത്ത് നിന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന തുറക്കലപ്പം കഴിക്കാനാണ് വന്നിട്ടുള്ളത്. കുറച്ച് സമയമൊക്കെ നമ്മൾ ചങ്ങന്മാരെ കൂടെ കാത്തിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല, നല്ല തിരക്കിരുന്നു. നമ്മൾ നേരെ അവിടുന്ന് പുറത്തിറങ്ങി. പിറ്റേഴ്സ് രാവിലെ നമ്മൾ മാക്സിമം എക്സസൈസിനായിട്ട് വന്നിരുന്നു. എക്സസൈസ് ചെയ്തിട്ടില്ല, നമ്മൾ ഫുട്ബോൾ കളിച്ച് അവിടെ നമ്മൾ ഇറങ്ങി. നേരെ അമ്മയോട് പോയി എന്നപ്പോൾ വലിയമാൻ അനിയത്തി കൂടി നല്ല സംസാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. കുറച്ച് നേരം അവരെ കൂടെ നിന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി നേരെ നമ്മൾ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു. എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷ് ആയിരുന്നു. നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഞാനൊരു റിസ്യൂ അറിയണ മാർക്കൊക്കെ അത് വെച്ച് നോക്കിയിട്ടുണ്ട്. സംഭവം സെറ്റ് ആവുന്ന പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സെറ്റാക്കി ഒരു വിധത്തിലേക്ക് വെച്ചതിന് ശേഷം റിസ്യോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വിസ്മിഞ്ചലി ഏതായാലും റിസ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, സൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. സാധനം എങ്ങനെയുണ്ടെന്നും അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയത്. കാക്ക പോയിരുന്നു, കാക്കാനാക്കാനായിട്ട് പോയിരുന്നു. തൊട്ടടുത്ത് എയർപോർട്ടിന്റെ തൊട്ടരികിൽ നല്ല അടിപൊളി തട്ടുകാട്ടാണ്. അവിടെ നമ്മൾ റിസ്യൂ ഞാനും കൂടി ബ്രെഡ് ഓംലെറ്റും വാങ്ങി നേരെ ഇരുന്നപ്പോൾ ബാക്കിൽ പോലീസുകാരന്. പിറ്റേസ് നേരം വെളുത്തപ്പോൾ തന്നെ ചെങ്ങന്മാരെ കൂടി വിളിച്ചെടുത്തിട്ട് നീണ്ട മണിക്കൂറുകൾ പ്ലാനിംഗ് ആയിരുന്നു. പ്ലാനിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോയിട്ട് ബീച്ചിൽ പോയിട്ട് ബാർബിക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അതായത് സക്സസ് ആയി നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയി സാധനങ്ങളൊക്കെ പർച്ചേസിനായിട്ട് പോയിരുന്നു. പർച്ചേസിംഗ് ചെയ്യണം മാറ്റാനായിട്ട് വലിയത്തുള്ള പൊന്മുട്ടത്തുള്ള ഫേമസ് ആയിട്ടുള്ള അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് പോയി. അവിൽ മിൽക്ക് കുടിച്ചപ്പോൾ അവരോട് കൂടി മുത്ത് നേരെ വന്ന് ചിക്കനൊക്കെ ക്ലീൻ ആക്കി നേരെ വണ്ടിയിലേക്ക് സെറ്റ് ആക്കി നമ്മൾ നേരെ വന്ന് താനൂർ ഒട്ടുംപുറം ബീച്ചിലേക്കായിരുന്നു. ഒട്ടുംപുറം ബീച്ചിൽ ചിക്കന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ തൊട്ടടുത്ത് ഫാമിലിയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ബീച്ചിൽ പോയിട്ട് ബാർബിക്ക് ചൂടുന്നത്. ഏതായാലും നല്ല അടിപൊളി അനുഭവമായിരുന്നു. നല്ല അടിപൊളി സക്സസ് ആയി പരിപാടി. ചിക്കനൊക്കെ സെറ്റ് ആയതോട് കൂടി പിന്നെ കഴിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റ് ആക്കി ഏതായാലും കഴിക്കാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ശേഷം നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നേരം പോലെ നമ്മൾ നേരെ പോയത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് പാറപ്പള്ളിയിലായിരുന്നു പോയിരുന്നത്. പാറപ്പള്ളിയിലെ മെയിനാണ് ആദിൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം കണ്ട് നേരെ പുറത്തൊക്കെ വന്ന് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. പാറപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് നന്ദിയിലെത്തിയപ്പോൾ കുഞ്ഞാവ് മുസ്ലിയാർ ഉണ്ട്. കുഞ്ഞാവ് മുസ്ലിയാർക്ക് നമ്മൾ ഷെയ്ഖാന്റെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സാദിഖിന്റെ വടകര എത്തിയിട്ടുണ്ടായിരുന്നു. വടകര എത്തി സാദിഖിന്റെ വീട്ടിലെത്തിയപ്പോൾ പൊരിക്കടിന്റെ ഒരു പൂരം തന്നെ പറയാം. കൂടെ തന്നെ അച്ഛണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അവിടെ കഴിച്ച് ഇറങ്ങി. രണ്ടാം എത്തി കുറച്ച് നാടിവിലൊക്കെ വാങ്ങിച്ചപ്പോഴാണ് നമ്മൾ ഖത്തർക്ക് പോകാനുള്ള സമയമായത്. ചെറിയ രീതിയിലൊക്കെ കാരണം എല്ലാവരും യാത്ര പറഞ്ഞു. നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. നമ്മുടെ ലൈഫിൽ 8ാമത്തെ എയർലൈൻസ് ആയിട്ടുള്ള സലാം എയർലൈൻസിൽ നമ്മൾ പോകുന്നത്. നീണ്ട 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഒമാനിൽ എത്തി. ഒമാന്റെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന അകത്തെത്തി നമ്മൾ ഒരു സാൻഡ്വിച്ചും കഴിച്ച് നമ്മൾ നേരെ ഖത്തർക്ക് പറക്കാനായിട്ട് പോകും. കണക്ഷൻ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റിനെ കാട്ടി ഒരുപാട് പ്രൈസ് മാറ്റുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഖത്തറിലേക്ക് പറക്കാനായിട്ട് പോകണം. അങ്ങനെ ഫൈനലി ഖത്തറിൽ എത്തിയിട്ടുണ്ട്. ഖത്തർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഖത്തറിൽ എത്തിയപ്പോൾ കൊണ്ടാക്കി ആൾക്കാരെ തിരിച്ച് വീണ്ടും എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കുന്നു വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ലഗേജ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞോട് കൂടി എല്ലാവരും മുഖമൊക്കെ പാടിയിട്ടുണ്ട്. ഏതായാലും സ്റ്റാർട്ട് ബൈ.